ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈസി ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത്. അതിന് സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ആവശ്യമാണ്. അത് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. കുറച്ച് മസാലാസ്, ഗ്രാമ്പൂ മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിരിക്കില്ല, അപ്പോൾ ചിക്കനൊക്കെ ബാക്കിയുണ്ടോ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അരി നമുക്ക് ആവശ്യത്തിന് എടുക്കുക. നെയ്യ് ഒഴിക്കുക. അരി നെയ്യിലിട്ട് വറുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് അരി എടുത്തിട്ടുള്ളതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ മറക്കരുത്. ആ ഒരു കൺസിസ്റ്റൻസിക്ക് നമ്മൾ ഇരട്ടി വെള്ളം തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ ചോറ് നല്ല വെന്ത് പോവും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്കിനി കുറച്ച് ബിരിയാണിയുടെ മുകളിലിടാൻ വേണ്ടിയിട്ടുള്ള ഓണിയൻ നമുക്ക് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാം. പുതുതായിട്ട് വാങ്ങിച്ച ഇംപെക്സിൻ്റെ എയർ ഫ്രയറാണ്. അപ്പോൾ അതിലോട്ട് ആദ്യം ഓണിയൻ കുറച്ച് ഓയിലും മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് 150 ഡിഗ്രിയും 10 മിനിറ്റും വെച്ചാൽ മതി. നമുക്ക് നന്നായിട്ട് അത് കിട്ടും. ചിക്കൻ ആവശ്യമാണ്. ചൂടുള്ള എണ്ണയിലോട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പൊരിച്ചെടുക്കുക. കുറച്ച് കിസ്മിസ്, അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് നെയ്യിലിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചട്ടി പൊരിച്ചത്. ചിക്കൻ ഏകദേശം വെന്ത് വരുന്നുണ്ട്. മറിച്ചിടുക. നമുക്ക് ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് കിസ്മിസ്, അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കോരാം. അത് നമ്മുടെ ബിരിയാണിയുടെ മുകളിലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് പിസ്ത വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അതിന് നമുക്ക് മസാല ഉണ്ടാക്കാം. ഒരു ചൂടുള്ള പാനിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പേസ്റ്റ്, സവാള, തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ നമ്മളത് റോസ്റ്റ് ചെയ്തെടുക്കണം. അതാണ് ബിരിയാണിയുടെ മെയിൻ സാധനം, മെയിൻ മസാലയാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, തൈര് ആവശ്യമാണ്. ഇതിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മസാലയാണ് നമ്മുടെ ബിരിയാണിയുടെ മെയിൻ ഐറ്റം. അതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ നല്ലപോലെ വെന്ത് വരുമ്പോഴത്തേക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ബിരിയാണിയുടെ അടിയിലോട്ട് ഈ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചോറ് നമ്മൾ കുറച്ച് അതിൻ്റെ മുകളിലോട്ട് ഇടുക. അതിൻ്റെ മുകളിലോട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ്. പിന്നെ നമ്മൾ എയർ ഫ്രയറിൽ നമ്മൾ റെഡിയാക്കി എടുത്ത ഓണിയൻ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. പക്ഷേ നമ്മൾ കാണാനൊരു കളർ വന്നില്ലെങ്കിലും നല്ലപോലെ ക്രിസ്പി ആയിട്ട് തന്നെ ഓണിയൻ വന്നിട്ടുണ്ട്. പിന്നെ കിസ്മിസും നട്ട്സും ബദാമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദം ഇട്ടിട്ട് വേണം നമ്മൾ ശരിയാക്കി എടുക്കാൻ. ഒരു 15 മിനിറ്റ് ദമ്മിടാം. വളരെ ടേസ്റ്റി, എമ്മിയായിട്ട് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.